അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്ത മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളെ മുന്നുള്ള ചർച്ചാക്കുക വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട്. അള്ളാഹു താല അവനുക്ക് കോട്ടിക്കണക്കിലുള്ള അടിമങ്ങ ഇന്നെങ്കും ഈ ലോകത്തുള്ള എല്ലാ ആൾമാറും അള്ളാഹുര അടിമകളായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു താല നന്റെ അടിമങ്ങ ചെന്നിട്ട് ബാരി കൊസിയില് അള്ളാഹു താല അക്സെപ്റ്റ് ആക്കി എനിക്കെത്തൊക്കെ ഒരു അടിമങ്ങ ഉള്ള അള്ളാഹു താല അങ്ങനെ വിഷയത്തിൽ കുറിയ അടിമങ്ങ അങ്ങ് നന്റെ അടിമങ്ങ അങ്ങ് റഹ്മാനായ റബ്ബുര അടിമങ്ങ ചെന്നിട്ട് അള്ളാഹുവെ എണ്ണിയോണ്ടുണ്ട്. അപ്പൊ ബാക്കി നിങ്ങള അള്ളാഹുര അടിമങ്ങ അല്ലേ? അങ്ങനെ ഇത് അർത്ഥമില്ല. ഏതുപോലെ ഒരു ബാപ്പക്ക് 3 4 മക്ക ഉണ്ടോന്നിരിക്കുക, ഒരു 4 മക്ക ഉണ്ട് ഒരു ബാപ്പക്ക്. അതില് 3 മക്കവും നോർമൽ പഠിക്കുക. ഒരു കിടാവ് മാത്രം സ്കൂളില് 100 മാർക്ക് എടുത്തിട്ട് ಬಂತು. മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഈ ബാപ്പ ചൊല്ലു, ഈ 100 മാർക്ക് എടുത്ത ഈ മോളിൽ ഇങ്ങനെ മുട്ടാക്കിട്ട് പിടിച്ചോളൂ, ഓൾ നന്റെ മോളും. അങ്ങനെ ചെന്നെങ്കിൽ ബാക്കി മക്കാരും നല്ലതല്ലാണ്ടല്ല അത് അർത്ഥ. ഈ മോള് 100 മാർക്ക് എടുത്തപ്പ ഒരു ബാപ്പ കൊസിയില് ചെന്ന ഒരു പലക്കായിട്ട് കിടത് എന്നതുപോലെ കോട്ടിക്കണക്കിന് അടിമങ്ങ ചെന്നെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ അടിമങ്ങും അള്ളാഹുര അടിമങ്ങായിട്ട് കിടാറ്. ആ ഈ കോട്ടിക്കണക്കിന് ആ അടിമങ്ങളെ കൂട്ടത്തില് അള്ളാഹു താല നന്റെ അടിമങ്ങ ചെന്നിട്ട് അള്ളാഹു താല ഒരു ആൾമാരെ എന്നെ ഉണ്ടുണ്ട്. അങ്ങുള്ള 12 ലക്ഷണങ്ങൾ 12 അടയാളങ്ങൾ അള്ളാഹു താല എന്നെ ഉണ്ടുണ്ട്. ആ വിഷയമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുക. 12 ലക്ഷണങ്ങളും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെന്ന് തീർക്കാൻ സാധ്യമില്ല. അതുകൊണ്ട് ഓരോരു വീഡിയോയിൽ 3 ലക്ഷണങ്ങൾ ചെന്നിട്ട് 4 പാർട്ടായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിരിസത്തെ മോമിനീങ്ങൾ ഈ 4 ഭാഗവും നിർബന്ധമായിട്ട് കേൾക്കണം. കേട്ടിട്ടാകുമ്പോ ഞങ്ങളെ മനസ്സിൽ ചിലപ്പോ ആ കൂട്ടത്തിൽ നാനും ഒന്ന് പെടണ്ടേട്ട് ഞങ്ങളെ മനസ്സിൽ വരും. അങ്ങനെ തോന്നിപ്പോയെങ്കിൽ ചിലപ്പോ അതും അയ്യാവോ ഞങ്ങൾ നല്ലായി പോകും. അള്ളാഹു താല ഈ ചൊല്ലതില് നന്റെയും ഈ കേൾക്കുന്നതില് നിങ്ങളെയും എല്ലാത്തിലും ഉപകാരമുള്ള എനിക്കത്തെ ഒരു നസീഹത്താക്കി അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. പിരിസത്തെ മോമിനിങ്ങളെ എല്ലാ അല്ലെങ്കിൽ ഇടയിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോ ചമ്മ ആൾമാർ ഈ വീഡിയോ നോക്കുകയാണ്. കമന്റ് ബോക്സിൽ വന്നിട്ട് ഓരോ ഉദ്ദേശങ്ങൾ ചെന്നിട്ട് ദ്വാർക്ക് വസിയത്താക്കിക്കൊണ്ടുള്ളാറ്. എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് പിന്നെ ദ്വാർന്നിട്ട് ഓരോ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാൻ ചെന്നെങ്കിൽ നടക്കുന്ന വിഷയമൊന്നും അല്ല. എല്ലാവർക്കും ഞാൻ ദ്വാർന്നോട്ടുള്ള അള്ളാഹു താല എല്ലാവരുടെ ബേജാറ് തീർത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ വിഷമങ്ങൾ അള്ളാഹു താല ഇല്ലാണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും നല്ല സന്തോഷമുള്ള റാഹത്തുള്ള ഒരു അന്തരീക്ഷം അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ ചെന്നിട്ട് ദ്വാർന്നിട്ട് എന്റെ വിഷയത്തേക്ക് വന്നിടാം. പിരിസത്തെ മോമിനിങ്ങളെ, അപ്പൊ അള്ളാഹു താല ഇബാദുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുർ അടിമങ്ങ ചെന്നിട്ട് അള്ളാഹു കൊസീൽ ഭാരി കൊസീൽ നണ്ടടിമങ്ങ ചെന്നിട്ട് അള്ളാഹു അഭിമാന ചൊല്ലനിക്കത്തെ ആ അടിമകളുടെ 12 അടയാളങ്ങളെ ഇൻഷാ അള്ളാ ഇനി ഞാൻ ചർച്ചയാക്കിക്കൊണ്ടുണ്ട്. അതിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ 3 അടയാളങ്ങളെ മാത്രമേ ഞാൻ ചൊല്ലൂ. ബാക്കി 3 ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഏതായാലും 4 പാർട്ടായിട്ടായിട്ട് ഈ 12 അടയാളങ്ങളെ നാ എണ്ണുന്നത്. 4 പാർട്ടും അതായത് 12 ലക്ഷണങ്ങളും നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ട് ഒന്ന് സഹകരിക്കണോ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫുർഖാനിലെ ലാസ്റ്റ് 2 പേജിലായിട്ടായിട്ട് അള്ളാഹു താല ഇത് ചർച്ചയാക്കിക്കൊണ്ടുള്ളത്. എങ്ങനെ അള്ളാഹു താല ചൊല്ലുന്നെങ്കിൽ തുടങ്ങുന്നത് ഇബാദുർ റഹ്മാൻ അള്ളാഹുരെ അടിമങ്ങ ചെന്നിട്ടായിരിക്കും A+ കിട്ടിയനക്ക് തടിമങ്ങ അങ്ങ ഒരിക്കലും സോത്തു പോവാലെ അങ്ങ രക്ഷപ്പെട്ട അടിമങ്ങ സ്വർഗത്തുക്ക് എത്ര അടിമങ്ങ ആട്ടായിട്ട് അതർത്ഥ. അത് പിന്നെ അള്ളാഹു താല ചൊല്ലു എന്തിനാ തുടങ്ങുന്നത്? വഇബാദുർ റഹ്മാൻ ഇല്ലദീന വഇബാദുർ റഹ്മാൻ റഹ്മാനായ റബ്ബുറ അടിമങ്ങ ചെന്നങ്കാർ അല്ലദീന ഒരു വിഭാഗ ജനങ്ങളായിട്ട് കിടാറ്. ഒരു വിഭാഗ ജനങ്ങൾ എന്തിരങ്കുള്ളൊരു സ്പെഷ്യാലിറ്റി എന്തുകൊണ്ടുണ്ട യംശൂന അലൽ അർദി ഈ ഭൂമി ലോകത്ത് അങ്ങ് നടക്കുന്നത് എങ്ങനെ കൊണ്ടുണ്ട ഹൗന ചെന്നെങ്കിന്തോ മഹാന്മാർ തഫ്സീർ കിതാബിൽ എഴുതി വെച്ചാറ് ബിസ്സകീനത്തി യംശൂന ബിസ്സകീനത്തി നല്ല ശാന്തിൽ ഒരാൾക്കും ഉപദ്രവമില്ലാത്ത പോലെ ഈ ഭൂമി ലോകത്ത് നടക്കുമ്പോ ഒരാൾക്കും ഉപദ്രവമില്ലാത്ത പോലെ അങ്ങ് നടക്കിടാറ്. അങ്ങ് നടക്കുമ്പോ ഭയങ്കര ഡബ് ഡബ് ഇങ്ങനെ സൗണ്ട് ആക്കിയിട്ടുള്ള നടത്തല്ലങ്ങളത്.
നല്ല ഒരു ഒരു എറുമ്പ് പോലും നമ്പലാക്കാത്ത രീതിയിൽ നടക്കുന്നത് അത് നല്ല മുഅ്മിനീങ്ങളെ അടയാളായിട്ട് അല്ലാഹു തആല പാസ് മാർക്ക് കൊടുത്തനക്കത്തെ മുഅ്മിനീങ്ങളെ അടയാളം. ഞങ്ങൾ ഇങ്ങനെ ഈ ഭൂമി ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, എന്താ ഈ ഒരു മലര ടൈമില് പ്രത്യേകിച്ച് ഞങ്ങൾ ജാഗ്രത ആക്കണം. ഈ ഒരു മലബണ്ട ഈ ടൈമില് നാ പലക്കെ പറഞ്ഞോണ്ടുള്ളൂ. ഞങ്ങൾ വാഹനത്തില് ഞങ്ങൾ റോഡിൽ ഇങ്ങനെ പോകുമ്പോ വാഹനം ഇല്ലാത്ത ആൾമാർ സൈഡിൽ നടന്നുകൊണ്ട് പോയണ്ടിക്കുവാറ്. അപ്പൊ ഞങ്ങളെ ഗാഡിയിലെ തന്നെ അങ്ക് ചേറ് തെർപ്പാട്ടിട്ടുള്ള ഒരു പോക്ക് അത് അത് നല്ല അടിമകളെ ലക്ഷണമല്ല. അങ്ങനെ ഞങ്ങൾ അർത്ഥാക്കിയിട്ട് അങ്ങനെ മുട്ടയെത്തുമ്പോ സ്ലോ ആക്കിയിട്ട് ഞങ്ങൾ പോണു. ഞങ്ങളെ ഗാഡിയിലെ ചേറ് അങ്ങനെ മേൽക്ക് തെറിച്ചിട്ട് അങ്ങ് ഒരു മനപ്രയാസം ഉണ്ടാവുക തീറാ ആ രൂപത്തിലായിട്ടിക്കണു നല്ല ഒരു അടിമകളെ ലക്ഷണം ചൊല്ലത്. ഭൂമി ലോകത്ത് നടക്കുമ്പോ സ്മൂത്ത് ഒരാൾ ഉപദ്രവില്ലാത്ത പോലെ ഗൗജി ബൊബ്ബെല്ലാം ഇടാണ്ട് ഭാരി ശാന്തിയിൽ നടക്കണു. അതായിട്ട് ഒന്നാമത്തെ അടയാളം അള്ളാഹു സ്വീകരിച്ച അടിമകളെ ലക്ഷണത്തിൽ ഒന്നത്. രണ്ടാമത്തേത് അള്ളാഹു തആല ചൊല്ലു വഇദാ ഖാതബഹുമുൽ ജാഹിലൂന, ഏതെങ്കിലും വിവരമില്ലാത്ത ജാഹിലിങ്ങ വന്നിട്ട് ഇങ്ങൾട്ട പലക്കത്ത് നിൽക്കുവാറ്, തർക്കത്ത് നിൽക്കുവാറ്, ചർച്ചക്ക് നിൽക്കുവാറ് ആറട്ട ഈ നല്ല അടിമങ്ങട്ട. നല്ല അടിമങ്ങൾ അങ്ങലാൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ചർച്ചാക്കും അങ്ങ് വരുമ്പോ ഹാലൂ, ഈ നല്ല അടിമങ്ങ ചൊല്ലാറ് സലാമാ, ഇല്ല മോനെ ചർച്ചക്ക് നാണില്ല, നിന്റെ ചർച്ച ആക്കുക നിന്റെ കൊണ്ട് സാധ്യയില്ല, നീ പോക്കു നിക്ക് നിന്റെ തെറു നക്ക് നന്റെ തെറു ചെന്നിട്ട് പോകുവാറ്. നല്ല അടിമങ്ങായിട്ട് അങ്ങോട്ട് ചർച്ചക്ക് നിക്കാലെ അങ്ങനെ ആൾക്ക് പോവാറ്. ഇതായിട്ട് രണ്ടാമത്തെ അടയാളം. ഒന്നാമത്തേത് ഭൂമി ലോകത്തങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഭാരി ശാന്തിയിൽ പോകാറ്. രണ്ടാമത്തേത് ഏതെങ്കിലും വിവരമില്ലാത്ത ആൾമാർ വന്നിട്ട് ഇങ്ങൾത്തെ ചർച്ചക്ക് നിൽക്കുമ്പോ അങ്ങൾത്തെ ചർച്ച ആക്കിയിട്ട് ടൈം വേസ്റ്റ് ആക്കോ കിട്ടല അങ്ങ് നല്ലതുപോലെ സലാം ചെന്നിട്ട് അങ്ങനെ തെറുകു പോവാറ്. രണ്ട്. മൂന്നാമത്തേത് അല്ലാഹു തആല ചൊല്ലാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം, ഇതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. വല്ലദീന യബീതൂന ലിറബ്ബിഹിം, ആ മുഅ്മിനീങ്ങളായ നല്ല പാസ് മാർക്ക് കിട്ടിയ അടിമകളെ ലക്ഷണം എന്തുകൊണ്ട് മൂന്നാമത്തേത് യബീതൂന ലിറബ്ബിഹിം, അങ്ങനെ റബ്ബുക്ക് വേണായിട്ട് ജാവുലു വർക്ക് ഇങ്ങനെ വിട്ടിട്ടു സുജ്ജദൻ വഖിയാമൻ, സുജൂദിലായിട്ട് ഖിയാമുലായിട്ട് ഇങ്ങനെ ടൈം കളിയുവാറ്. ജാവ് ടൈം ഇങ്ങനെ ദച്ചിട്ട് ഖുർആനോത്ത്, ജാവ് ടൈമിൽ ഇങ്ങനെ ചിമ്മല് നിസ്കാര, ജാവ് ടൈമിൽ ഇങ്ങനെ അള്ളാഹുനെ നിരിച്ചിട്ടുള്ള ഓരോ ഇബാദത്ത് അത് മുഅ്മിനീങ്ങളെ ലക്ഷണായിട്ടിക്കിട്. കണ്ടില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിങ്ങനെ ജാവ് നിണ്ട് നിസ്കരിക്കറ്. ഓരോ തങ്ങളെ നിസ്കാരം നീണ്ട നിസ്കാരായിട്ട് സിംഗിളായിട്ട് ജാവ് ഇങ്ങനെ തങ്ങൾ നിസ്കരിക്കുമ്പോ അള്ളാഹുടെ നിരിച്ചിട്ട് ഒരു റക്കാത്ത് സൂറത്തുൽ ബഖറ, എന്നൊരു റക്കാത്ത് ആകുമ്പോ സൂറത്തു ആലു ഇമ്രാൻ, എന്നൊരു റക്കാത്ത് സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, വലിയ സൂറത്ത് ഇങ്ങനെ ഓതിട്ടായിട്ടിക്കട് മുത്തനബിയുടെ നിസ്കാരം. ഇത് കണ്ടിട്ട് ഈ നിണ്ടിട്ടല്ലേ ഈ ഓതറത്. മുത്തുനബിയുടെ കാലിങ്ങനെ ബീക്ക വെച്ച് പോണ്ടു, നീര് കുത്തി പോണ്ടു. അങ്ങനെ ദപ്പായിട്ടുള്ള ഈ കാഴ്ച കാണുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കേക്കട് നബിയേ, ഇങ്ങനെ നിണ്ടിട്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഖുർആൻ ഓതിട്ട് കാല് നീര് കെട്ടിട്ട് ഇത്രല്ല ഇബാദത്ത് വേണ നബിയേ, ഇതിനുള്ള അഗത്യം നിങ്ങൾക്കുണ്ട നബിയേ, നിങ്ങൾക്ക് എല്ലാം അല്ലാഹു തആല പുറത്തു തന്നില്ലേ, നിങ്ങളെ റസൂലാക്കിയില്ലേ, സ്വർഗത്തിൽ എല്ലാത്ത കാണ വലിയ പദവി നിങ്ങൾക്ക് തന്നില്ലേ, എല്ലാം കൊണ്ട് ഒരു പെർഫെക്റ്റ് മാന് ചെന്നിട്ട് അല്ലാഹു തആല നിങ്ങളെ വിളിച്ചില്ലേ, ഇങ്ങനെ ആയിട്ട് ഈ ദറജത്ത് എത്തിയ നിങ്ങ എന്ത് നബിയെ ഇത്രയുള്ള കഷ്ടപ്പെടണു ചെന്നിട്ടു മുത്തുനബിട്ട ബഹുമാനപ്പെട്ട ഉമ്മുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പ മുത്തുനബി കൊടുത്ത ഒരു ഉത്തരം നോക്കറു അഫലാ അഖൂലു അബ്ദൻ ശകൂറാ. ഇതെല്ലാം റബ്ബ് നക്ക് തന്നിട്ടിക്കുമ്പോ നാനൊരു നന്ദിയുള്ള അടിമ ആവണ്ടേ ആയിഷ? അള്ളാഹു നക്ക് ഇത്രയെല്ലാം തന്നിട്ടില്ലേ, എല്ലാം അള്ളാഹു താല നക്ക് തന്നിട്ടിക്കുമ്പോ അതൊരു നന്ദി ഞാൻ കാട്ടണ്ടേ? ആ നന്ദി ആയിട്ടിക്കടി ഈ നിന്നിട്ടുള്ള നിസ്കാര. അവിടെ ഞാൻ ചെന്ന് വന്നത് മുത്തുനബിയായിട്ടിക്കടി
ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യ. അപ്പൊ ആ മുത്ത് നബി ഒരു ജീവനത്തെ ഒരു വിഷയമായിട്ട് ഞാൻ ചെന്നോ നിണ്ടിട്ടിങ്ങനെ ജാമന നിണ്ടിട്ടുള്ള ഒരു നിസ്കാരം വലിയ വലിയ സൂറത്ത് അത് അള്ളാഹു താല അക്സെപ്റ്റ് ആക്കി അടിമകളുള്ള ലക്ഷണ ചെന്നിട്ട് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു താല എണ്ണിയൊട്ടിക്കുമ്പോ ആ ഒരു ജീവനെ നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് മുത്ത് നബിയുടെ ജീവനത്തിലായിട്ട് ആയിഷ ബീവിട്ടവർക്ക് കേട്ടാറ് എങ്ങനായിട്ട് നബി തങ്ങളെ സ്വഭാവം എങ്ങനെയാ ചെന്നിട്ട് കേട്ടപ്പ മുത്ത് നബി ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ ചൊന്ന ഉത്തറ കാന ഖുലുഖുഹു ഖുർആനാ ഖുർആന്റെ ആ ഖുർആൻ അതായിട്ട് മുത്ത് നബിയുടെ സ്വഭാവം ഖുർആൻ എങ്ങനെ ചൊല്ല് ഖുർആൻ ചെന്നതായിട്ട് അള്ളാഹു അടിമങ്ങ ഈ ഭൂമി ലോകത്ത് ഭാരി സ്മൂത്തിൽ നടക്കുവാറ് തർക്കിക്കോ ഗലാട്ടാക്കോ അങ്ങനെ കിട്ടാലെ പിന്നെ ചെന്നത് ഈ ഭൂമി ലോകത്ത് അങ്ങ് ജീവിക്കുമ്പോ റബ്ബിഹിം അങ്ങനെ റബ്ബുകുബനായിട്ട് ചാവ് ഇങ്ങനെ വറക്കൊഞ്ഞിട്ടുള്ള ഇബാദത്ത് എടുക്കുവാറ് അതായിട്ട് മുത്തനബിയുടെ ജീവന പിരുസത്തെ മൂമിനിങ്ങളെ ഈ 3 ലക്ഷണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ചൊന്നു തന്നെ ഇനിയും 3 ഉണ്ട് ഇതിലാണ് ഇമ്പോർട്ടന്റ് ചർച്ചാക്കണായ വേറെ വിഷയ 1 പാട്ട് കണ്ടങ്ങ നിർബന്ധമായിട്ടും 2ാമത്തെ പാട്ട് നിങ്ങൾ കാണണു എല്ലാ ആൾമാർക്കും നിങ്ങൾ ഇത് എത്തുപാട്ടി കൊടുക്കണു ഞങ്ങളെ കാരണം കൊണ്ട് ആരെങ്കിലും ഒരാൾ ഒന്നെങ്കിലും നല്ല ആവണോ ചെന്നിട്ട് ഇങ്ങനെ നിൽച്ചെങ്ക് ഞങ്ങൾക്ക് അത് മയ്യാവല്ലേ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുറങ്ങുള്ളാറാ ഇത് ആരെല്ലാം എന്നൊരാൾക്ക് എത്തുമാറ്റി കൊടുക്കുറങ്ങുള്ളാറാ ഇതിന്റെ ബാക്കിൽ നല്ലത് വേണമായിട്ട് നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുറങ്ങുള്ളാറാ അള്ളാഹു താല എല്ലാവർക്കും ഇതിന്റെ ഹൈർ എത്തുമാറ്റി കൊടുക്കുമാറാകട്ടെ മനസ്സിലുള്ള എല്ലാ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ എല്ലാവിധ ഹൈർ എല്ലാ തെരു അള്ളാഹു താല തുറന്നു തന്നിട്ട് ഷർറ് എല്ലാ തെരു അള്ളാഹു താല ബന്ധാക്കി തരുമാറാകട്ടെ മല വന്നിട്ട് പല ജാഗലും പല ചെറിയ ചെറിയ നിലക്കുള്ള അനാഹുത്തല്ലായോണ്ടുണ്ട് അത് വലിയ മട്ടുക്ക് എത്രക്ക് മുന്നലെ അള്ളാഹു താല ഞങ്ങളെ എല്ലാ നിലക്കും കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ വസിയത്തോടെ ചമ്മ ആൾമാർ ഈ കമന്റിൽ ബന്ധമുണ്ടുള്ളാറ് ആ ബന്ധങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു താല എല്ലാ മുറാദും ഹാസിലാക്കിത്ത് ചമ്മ വർഷീത്ത് ഉസ്താദ് പണി ശരിയായോണ്ടില്ല ചെന്നിട്ട് ഒരാൾ കഴിഞ്ഞ വീഡിയോ കമന്റിൽ ചെന്നു ഔത്തിലും ബാരി കഷ്ടത്തുണ്ട് എല്ലാം ഒരു ജീവിതം ഒരു കഷ്ട ചെന്നിട്ടല്ല അള്ളാഹു താല എല്ലാവരുടെ കഷ്ടപ്പാട് നീക്കിത്ത് എല്ലാവർക്കും അള്ളാഹു താല ഹൈറ് നൽകട്ടെ മൗത്തായി പോയ ബാപ്പമാർ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ മക്കൾ എല്ലാവർക്കും അള്ളാഹു താല പരലോക ബെൽച്ചാക്കി കൊടുക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.